നിനക്കൊരു കിസ്സടിക്കാം, അടുത്ത് കിടക്കാൻ പേടി. ഇങ്ങനത്തെ എന്തോന്ന് ജന്മം. ഇന്നാ ഞങ്ങളുടെ വിരുന്ന് 2 കപ്പിൾസിനും ഒരിടത്ത് വെച്ച് തന്നെയാണ് നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ എൻ്റെ തറവാട് വെച്ച് തന്നെ നടത്താൻ എല്ലാവരും തീരുമാനമെടുത്തു. കല്യാണത്തിനെടുത്ത സെറ്റ് സാരിയാണ് ഉടുക്കാൻ പറഞ്ഞത്. ഇത്തവണ ലക്ഷ്മി അമ്മയെ നേരത്തെ ഏൽപ്പിച്ചിരുന്നു. കടുവയുടെ മുന്നിൽ ഒരിക്കൽ കൂടി പോയി എനിക്കിങ്ങനെ നിൽക്കാനുള്ള ത്രാണിയില്ല. സാരി എടുത്ത് റൂമിലേക്ക് വന്നു. കയ്യിൽ കെട്ടിയ മുല്ലപ്പൂ കൊണ്ട് ലക്ഷ്മി അമ്മ തന്നതാ. പിന്നെ കല്യാണത്തിനിട്ട ലക്ഷ്മിമാലയും താലയും മാത്രമേ ഇട്ടുള്ളൂ. കാതിലൊരു ജിമിക്ക്. മുല്ലപ്പൂ എടുത്ത് തലയിൽ വെക്കാൻ നോക്കിയപ്പോഴാണ് ഹെയർ പിൻ താഴെ വീണത്. അത് കുരിഞ്ഞെടുത്തതും പുറകിൽ 2 കാലുകൾ നിവർന്നു നിന്നപ്പോൾ അതാ എൻ്റെ ഭർത്തു. മോശം പറയതല്ലോ, ആളെ കാണായപ്പോൾ എന്ത് ഹാൻസം ആണെന്നോ. പെട്ടെന്ന് എന്നെ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് മുല്ലപ്പൂമാല എടുത്ത് തലയിൽ ചൂടി തന്നു. വാടിച്ചു വെക്കടി, ഇല്ല ഈച്ച കയറി പോകും. അത് പറഞ്ഞ് ആ സാധനം ഇറങ്ങിപ്പോയി. ഇതിപ്പോ എന്താ ഉണ്ടായി? എന്നോട് കൂടുതൽ അടുക്കാൻ വന്നിട്ട് അവസാനം എൻ്റെ ഉള്ളിൽ പഞ്ചാരിമേളം നടത്തിയിട്ട് അങ്ങേരി പോകും. പിന്നെ ആളെ കണ്ട ആ പഞ്ചായത്തിലുള്ളതെന്ന് പോലും പറയില്ല. ദൈവമേ, ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. ശേഷം കോവിലകം. 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നത്. കാറിൽ നിന്നിറങ്ങി ഞാൻ അകത്തേക്ക് ഓടി. അകത്തുള്ള ആൾക്കാരെ കണ്ട് ഞാൻ സൂച്ചിട്ട പോലെ നിന്നു. എൻ്റെ പാരയേട്ടൻ ഫ്രണ്ടിൽ തന്നെയുണ്ട്. പിന്നെ ഭൂലോകപാര നന്ദേട്ടൻ. ഓടിച്ചാടി വന്ന് എന്നെ നോക്കി എല്ലാവരും ഏതോ അത്ഭുത ജീവിയെപ്പോലെ നോക്കുന്നു. ബ്ലഡി വീട്ടുവാസികൾ നോക്കുന്നത് എൻ്റെ ആ കെട്ടിയവനെയാണ്. അപ്പോഴേക്കും കടുവ പുറകിലെത്തി. ചിരിക്കുന്ന ചിരി കണ്ടു. 100 വാട്ട്സ് ബൾബ് പോലെ. ഇങ്ങനാരോ ബോളിവുഡ് നടന്നു. വന്നല്ലോ, കേറി വാ മക്കളെ, കേറി വാ. എൻ്റെ ഡാഡി എപ്പോഴും 500 ദേ കീറിപ്പോകുന്ന പോക്ക് കണ്ടു. മിസ്റ്റർ, ഇതെന്റെ വീടാ. പോകുന്ന കണ്ട തോന്നുമല്ലോ ഞാൻ എവിടുന്ന് വന്നതാണെന്ന്. ചവിട്ടി തുള്ളിക്കൊണ്ട് ഞാൻ അങ്ങയുടെ പുറകെ വെച്ച് പിടിച്ചു. അവിടെ ഇരുന്ന് എല്ലാത്തിനെയും നോക്കി ഒരു ലോഡ് പുച്ഛം വാരി വിതറി ഞാൻ അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്റെ സ്ഥാനത്ത് അമ്മയോട് ഒട്ടി എന്റെ നാത്തു നിൽക്കുന്നു. എന്റെ സ്ഥാനം കൈയടിക്ക് വെച്ചേക്കുന്ന കണ്ടില്ലേ? എന്നെ കണ്ട് വല്ല മൈൻഡ് ഉണ്ടോ നോക്കിയേ. അനുമോളെ, പാവം, എന്റെ വല്യമ്മയ്ക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഞാൻ പുച്ഛത്തോടെ അമ്മയെ നോക്കി പറഞ്ഞു. എന്നതാടി നിനക്കൊരു പുച്ഛം? എനിക്ക് മനസ്സിലായി കേട്ടോ, കുശുമ്പ എന്റെ കാന്താരിക്ക്. ദച്ചു എന്റെ മോള് തന്നെയാ. അതും പറഞ്ഞ് ദച്ചേച്ചിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്നെ ആർക്കും വേണ്ട. ആര് പറഞ്ഞു മോളാർക്കും വേണ്ടെന്ന്? അതും പറഞ്ഞ് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നു. എന്റെ ദച്ചുവിനെ നിങ്ങൾക്ക് തന്ന പോലെ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തതാ അനുമോളെ. ഇവൾ എന്റെ കൂടി മോളാ. ലക്ഷ്മിമ്മ എന്റെ കവിളിൽ മുത്തി. എനിക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ ഫാമിലി മൊത്തം ഒന്നുകൂടി ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഞങ്ങൾ ഇവിടെ തങ്ങിയിട്ട് നാളെ തിരിച്ചു പോകും. ഓഫീസിൽ എന്തോ പ്രൊജക്ട് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷ്മി അമ്മയും അച്ഛനും വൈകിട്ട് തന്നെ തിരിച്ചുപോയി. ഏട്ടനും നന്ദേട്ടനും കടുവയും കൂടി ബാൽക്കണിയിരുന്ന് പാട്ട് കൂടുന്നു. ഇങ്ങനെ എൻ്റെ ഏട്ടന്മാരെ കൂടി വഴി തെറ്റിക്കും. താഴെ പോയി അമ്മയോടും നാത്തനോടും കത്തിയടിച്ചിരുന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. അതെ, ആനി ഉറങ്ങി. ഇനിയുള്ളത് ഞാൻ പറയാൻ കേട്ടോ. യാഷ് താഴേക്കിറങ്ങുമ്പോൾ ഗായത്രിയുടെ മടിയിൽ കിടന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഉറങ്ങുവാണ് അനു. അവനെ കണ്ടതും ഗായത്രി അവളെ ഉണർത്താൻ ശ്രമിച്ചു. വേണ്ടെന്ന് അവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ പതിയെ കൈക്കുള്ളിൽ കോഴിയെടുത്ത് അവൻ റൂമിലേക്ക് നടന്നു. ബെഡിൽ കൊണ്ട് കിടത്തി പുതപ്പിച്ചു. കിടത്തിയ ശേഷം അവനും കിടന്നുറങ്ങി. ദച്ചു, നിന്റെ കെട്ടിനോടെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ കിടപ്പുണ്ട്. ഞാൻ പിടിക്കാൻ പോയപ്പോ ദച്ചു പിടിച്ചാലേ പൊങ്ങത്തുള്ളൂന്ന് പറഞ്ഞ് അവിടെ കിടപ്പുണ്ട്. നന്ദൻ അത് പറഞ്ഞു അവന്റെ റൂമിലേക്ക് പോയി. ദച്ചു ചവിട്ടിത്തുള്ളി ബാൽക്കണിയിലേക്ക് പോയി. അതാ അവിടെ ദശമൂലം ദാമുവിനെ പോലെ കിടപ്പുണ്ട്. അനിയേട്ടാ, എനിക്കിങ്ങോട്ട്. നോ മൈ ഡിയർ പൊണ്ടാട്ടി, നീ എന്നെ പിടിച്ച് എണീപ്പിച്ചാലേ ഞാൻ എണീക്കൂ. ഇങ്ങ് വാ, ഇവിടെ ഇരിക്കുക. നമുക്ക് ആകാശത്തിലേക്ക് നോക്കിയിരിക്കാം. കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ദേ മനുഷ്യ, മുമ്പ് ഇതുപോലെ ആകാശം നോക്കിയിരുന്നതാ. ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് ആകാശം നോക്കേണ്ടി വരുന്നത്. മര്യാദയ്ക്ക് വന്ന് കിടക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകും. അങ്ങനെ പറയല്ല ചുമ്മാ. എന്റെ അളിയൻ വന്ന സന്തോഷത്തെ അടിച്ചു പോതാടി. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഏട്ടൻ ഭാര്യയും കൊണ്ട് സ്ഥലം വിട്ടു. കല്യാണം കഴിപ്പിച്ചതിന് ഇങ്ങനെയും പകപോക്കാം അല്ലേടോ ഏട്ടൻ തണ്ടി. മനസ്സിൽ യാശ നന്നായി സ്മരിച്ചുകൊണ്ട് അവൾ ആനയെ പതിയെ എണീപ്പിച്ചു. തോളിൽ കൈയിട്ട് റൂമിലേക്ക് നടത്തിക്കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ അവർ തിരിച്ചു പോയി. യാഷിന് ഒരു ബിസിനസ് പാർട്ടി ഉണ്ടായിരുന്നു.
ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിൽ വെച്ച്. ഈവനിംഗ് ആണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഫാമിലി പാർട്ടി ആയതുകൊണ്ട് അനുവിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ബ്ലാക്ക് ആണ് തീം. യാഷ് ബ്ലാക്ക് കോട്ടും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻസുമാണ് ധരിച്ചത്. അനുവിന് ബ്ലാക്ക് ഷിഫോൺ സാരിയാണ് യാഷ് ചൂസ് ചെയ്തത്. എൻ്റെ ദൈവമേ, എനിക്കിട്ട് പണി തരുന്നത് ഇനി നിർത്താറായില്ലേ. ആദ്യം ആ കടുവയുടെ രൂപത്തിൽ ഒരു മുട്ടം പണി, പിന്നെ അന്ന് മുതൽ വേറെയും പണികൾ. അറിയാത്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നു. ഈ സാരിയും കുപ്പമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് ചുറ്റാനാണ്. ഓരോന്നാലോചിച്ച് സാരിയും പൊക്കി പിടിച്ച് നിൽക്കുമ്പോഴാണ് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നത്. ലക്ഷ്മി അമ്മ, സാരി അതിന് തന്നെയാണ് കാന്താരി, ഞാൻ ഇങ്ങോട്ട് വന്നേ. നിന്റെ കെട്ടിയവനാ പറഞ്ഞത് സാരിമ ഇവിടെ ഗുസ്തി പിടിക്കുവാണെന്ന്. ലക്ഷ്മി അമ്മ അവളെ സാരി ഉടിപ്പിച്ചു കൊടുത്തു. സാരി ഒറ്റ പ്ലേറ്റായി ഇട്ടു. മുടി അയച്ചിട്ട് കല്ല് വെച്ച പൊട്ടും നെറുകിൽ സിന്ദൂരും കഴുത്തിൽ താലിമാല മാത്രം, കയ്യിൽ കറുത്ത കുപ്പിവളകളും കാതുകളിൽ മെറ്റൽ ജമിക്കുകളും ഇട്ടു. അനു റെഡിയായി നോക്കാൻ വന്ന യാഷ് ഒരു നിമിഷം അവളിൽ ലയിച്ചു നിന്നു. കറുത്ത സാരി അവളെ കൂടുതൽ സുന്ദരിയാക്കി മാറ്റിയതായി അവന് തോന്നി. അങ്ങനെ അവർ ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിലെത്തി. ഹലോ യാഷ്, സുഖമാണോടാ? ഇവിടെ തന്റെ വൈഫ് DM ഗ്രൂപ്പിന്റെ CEO രാംനാഥ് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഐ ആം ഫൈൻ സാർ, മീറ്റ് മൈ വൈഫ് അനിക യാഷ്. അനുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് യാഷ് പറഞ്ഞു. പിന്നീട് പരസ്പരം പരിചയപ്പെടുകയായി, വിശേഷം പുതുക്കലായി. ഇതിനിടയിൽ ഇതേത് രാജ്യമെന്ന പോലെ പോസ്റ്റ് അടിച്ച് നിൽക്കുവാണ് അനു. യാഷിനെ നോക്കിയപ്പോൾ അവൻ അവിടെ ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നെ ഇവിടെ കാഴ്ച കാണാൻ കൊണ്ട് നിർത്തിയേക്കുവാണോ? കടുവയ്ക്കാണ് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല. ഓരോന്ന് പിറുപെടുത്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്റെ നേരെ ചിരിച്ചുകൊണ്ട് വരുന്ന ആളിനെ അവൾ കണ്ടത്. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്, വൈ ആർ യു ഹിയർ? കാർത്തി. അതേടി പോത്തെ, കാർത്തി തന്നെയാ. അല്ല, നീ എന്താ ഇവിടെ? അങ്കിൾ വന്നിട്ടുണ്ടോ? അനിയേട്ടൻ എവിടെ? അവരാരും ഇല്ലടാ. പിന്നെ നീ ഒറ്റയ്ക്കാണ്? അനു, നിന്റെ മാരേജ് കഴിഞ്ഞോ? ഇതെപ്പോ? അവളുടെ നെറുകയിലെ സിന്ദൂരം കണ്ട് അവൻ ചോദിച്ചു. അതെ, അതൊക്കെ ശ്രമിച്ചു. 4 days ആയിട്ടുള്ളൂ. എന്താ പടി നീ കിണിക്കുന്നേ? എന്റെ പൊന്നു അനു, ആരടി അതിഭാഗ്യനായ വ്യക്തി. എന്തായാലും എനിക്ക് ആ മനുഷ്യന്ന് കാണണം. കൂർല എക്സ്പ്രസിനെ തലവെച്ചെന്ന് ആ പാവത്തിന് അറിയില്ലല്ലോ. നിർത്തറ. കൂർല എക്സ്പ്രസ് നിന്റെ അമേരിക്കയിലുള്ള മറ്റൊരാളാ പട്ടി. നിന്നെ എന്നാണ് അവിടെ നിന്ന് കെട്ടിയെടുത്തത്? മോളെ, നാട്ടിക്കരുത്. ഇവിടെ എനിക്ക് കുറച്ച് വിലയുണ്ട്. ഡാഡി കേട്ട എന്റെ അമേരിക്ക ജീവിതം ചുവപ്പ് നടയിൽ കുരുക്കി കളയും. എന്നാ അവിടെ സംസാരം കണ്ടുകൊണ്ടാണ് യാഷ് അങ്ങോട്ടേക്ക് വന്നത്. കാർത്തി, ഇതെന്റെ ഹസ്ബൻഡ് യാഷ് ഡി അയ്യർ. ചേട്ടാ, ചേട്ടനാണോ അനുവിനെ കേട്ടത്? യെസ്. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല ചേട്ടാ. എന്ന് തനിക്കെന്നെ അറിയോ? ചെറിയ പരിചയമുണ്ട്. എങ്ങനെ? അത് പിന്നെ ഞാൻ. എന്നപ്പോഴേക്കും യാഷിനാരോ വിളിച്ചു. അങ്ങോട്ടേക്ക് പോയി. എന്നാൽ കാർത്തിയുടെ ചാണകം ചവിട്ടി എക്സ്പ്രഷൻ കണ്ട് അനുവിന് എന്തോ പന്തികേട് തോന്നി. അപ്പോ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോട്ടെ. അനു, ഞാൻ അപ്പുറത്തുണ്ടാവും. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വന്നോളൂ. അത് പറഞ്ഞ് യാഷ് അവിടെ നിന്ന് പോയി. ഡേ കാർത്തി, നീ എന്തിൽ നിന്ന് പരകുന്നേ? നിനക്ക് കേട്ട് നേരത്തെ അറിയോ? ഇപ്പൊ എനിക്ക് മനസ്സിലായിടി മോളെ. കുർല എക്സ്പ്രസിനെ അങ്ങേരല്ല, നീയാണ് തല വെച്ചതെന്ന്. ഈശ്വര, എന്റെ അനുവിനെ കാത്തോളണേ. നിന്റെ തലയിൽ വരുന്നു വീണു. നീനെ ചൊവ്വലും പറയും. എനിക്കൊന്നും മനസ്സിലായില്ല. ഇടി, നീ നിന്റെ കൂറ സ്വഭാവം അങ്ങനെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. നിന്റെ തടിക്ക് കേടാതിരിക്കണമെങ്കിൽ കുറച്ച് മയത്തിലേക്ക് പെരുമാറ്. മനസ്സിലായില്ല? അത് നീ വഴിയെ മനസ്സിലാക്കിക്കോളും. അപ്പോഴേക്കും കാർത്തി അവന്റെ അച്ഛൻ വിളിച്ചത് കൊണ്ട് അവളോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അവൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് കിളി പറന്ന പോലെ അനു നടന്നു. അപ്പോഴാണ് ഒരാളുമായി അവൾ കൂട്ടിയിടിച്ചത്. അയാളുടെ കയ്യിലെ കൂൾ ഡ്രിങ്ക്സ് അവളുടെ സാരിയിൽ വീണു. ഐ എം സോറി, ഞാൻ കണ്ടില്ല. അയാൾ അവളെ നോക്കി പറഞ്ഞു. സാരമില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. അതും പറഞ്ഞ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിൽ പോയി. എന്നാൽ അയാൾ അവളെ തന്നെ നോക്കി നിന്നു. അപ്പോൾ അയാളുടെ ഫ്രണ്ട് അടുത്തേക്ക് വന്നു. സച്ചി, ആരാടാ ആ അപ്സരസ്? ഷീസ് സോ ഹോട്ട്. എന്താണ് നിനക്ക് അങ്ങ് പിടിച്ചു പോയത് പോലെ ഉണ്ടല്ലോ. യാ മാൻ. അവൾ എന്നെ അവളിലേക്ക് കൊത്തി വലിക്കുന്ന പോലെ. എങ്കിലേ മോന കൊത്തലങ്ങ് മാറ്റിയേക്ക്, ഇല്ലെങ്കിൽ നിന്നെ കൊത്തി വലിക്കും ആ കഴുകൻ. വാട്ട്? ഷീസ് വൈഫ് ഓഫ് മിസ്റ്റർ യാഷ് ഡി അയ്യർ, ദി ഡെവിൽ യാഷ്. നീ പറഞ്ഞ സത്യമാണോ? അവൾ ആ യാഷിന്റെ ഭാര്യയാണോ? യെസ്. അപ്പോ എന്റെ റൂട്ട് ക്ലിയർ ആയി എന്നർത്ഥം. താങ്ക്സ് ഗോഡ്. നീ ഇത്രയ്ക്ക് വലിയവനായിരുന്നു. കാത്തിരുന്നോ യാഷ് ഡി അയ്യർ? നിന്റെ തകർച്ചയ്ക്കുള്ള ആദ്യ ചവിട്ടുപടി നിന്റെ ഭാര്യയിലൂടെ ഞാൻ നടത്തും. ആ സുന്ദരിയെ ഞാൻ മോഹിച്ചു പോയി. അത് കഴിഞ്ഞ് നിന്റെ കണക്കം തീർക്കും ഞാൻ. ഈ പിന്നെ ഇത് ഇവിടെ പോയി കിടക്കുക? എത്ര നേരായി? അതെങ്ങനെയാ? കത്തി വെക്കാൻ ആരെയും കിട്ടിയാ പിന്നെ അവിടെ കഴുത്തറുത്തുവല്ലേ വിടൂ. അനുവൻ ഏറെ നേരമായി കാണാത്തത് കൊണ്ട് യാഷ് ഓരോന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു.
അപ്പോഴാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നടി? പരിചയമില്ലാത്ത സ്ഥലം ആണെന്ന് അറിയില്ലേ? അതെങ്ങനെയാ? ആൻസറിന് എന്ത് നിന്റെ ഡിക്ഷണറിയില്ലല്ലോ? അവൻ ഉറഞ്ഞു തുള്ളുന്ന കണ്ട് ദേഷ്യം വന്നെങ്കിലും അവൾ മിണ്ടാതെ നിന്നു. ചുറ്റിലും ആളുകൾ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വാഷ്റൂമിൽ പോയതാ. അപ്പോഴാണ് അവളുടെ സാരി നനഞ്ഞിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഇതെങ്ങനെ സാരി നനഞ്ഞ് ജ്യൂസ് വീണതാ? അവന്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു. അതാ പറഞ്ഞത്, മാനത്ത് നോക്കി നടക്കാതെ നേരെ നോക്കി നടക്കണമെന്ന്. അവളിലെ പതർച്ച അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവളിലെ വേദനയ്ക്കൊപ്പം അവന്റെ വാക്കുകൾ കൂടി കേട്ടതോടെ അവളുടെ നിയന്ത്രണം നഷ്ടമായി. അവൾ അവൻ നേരെ പൊട്ടിത്തെറിച്ചു. അതെ, കുറെ നേരമായല്ലോ ഇങ്ങനെ കിടന്ന് തിളക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്ത്? നിനക്ക് ഞാനുണ്ടെന്നൊരു ശ്രദ്ധ പോലും ഇല്ല. വന്നപ്പോ മുതൽ എന്നെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിർത്തി മറ്റൊരിടപ്പ് പോകും. ഒരാളുടെ കയ്യിലൊന്ന് ജ്യൂസ് എന്റെ മേലിലേക്ക് വീണു. അത് ഞാൻ വാഷ് ചെയ്യാൻ പോയി. അങ്ങനെ ലേറ്റായി. അത്ര കേറുണ്ടായിരുന്നെങ്കിൽ നിന്നെടുത്ത് തന്നെ നിൽക്കാതെ എന്നെ ഒന്ന് അന്വേഷിച്ച് വന്നിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും. അവളൊന്ന് നിർത്തി വീണ്ടും പറഞ്ഞു തുടങ്ങി. അതെങ്ങനെ? നാട്ടുകാരെ കാണിക്കാൻ കെട്ടിയൊരുങ്ങിക്കൊണ്ട് വന്നല്ലേ എന്നെ? ഒറ്റയ്ക്ക് ഓരോ മൂലയിൽ നിന്നപ്പോഴും ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ കടക്ഷിക്കാതെ നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്താ അവിടെ കാണും. നിങ്ങൾക്ക് തോന്നുമ്പോൾ എല്ലാം കഴിഞ്ഞ് എന്നെ തിരക്കി വരാം. വാക്കുകളിലെ ഇടർച്ചയോടൊപ്പം തൊട്ടു മുമ്പ് നടന്ന കാര്യങ്ങൾ കൂടി ഓർക്കവേ അവളിലെ കണ്ണ് നിറഞ്ഞു. അവനൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ പോയി ഒഴിഞ്ഞു കിടന്ന ചെയറിലിരുന്നു. നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ മിഴികളെ ശ്വാസിച്ചു പിടിച്ച് നിർത്തി. അപ്പോഴും അവളിൽ നിന്ന് കേട്ട വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു അവൻ. എപ്പോഴും ചിരിച്ച് കുറുമ്പ് കാട്ടിയും തെറിച്ചു നടക്കുന്ന പെണ്ണാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്. പക്ഷെ അവളുടെ കണ്ണിലെ നീർത്തിളക്കം അതെന്റെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്നു. ഞാൻ അവളെ മനഃപൂർവ്വം അവഗണിച്ചോ? എന്റെ അവഗണന അത്രയും വേദന സമ്മാനിച്ചോ അവൾക്ക്? അല്ല, വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ, പറ്റിപ്പോയതാ. ഓരോരുത്തരായി വിളിച്ചുകൊണ്ട് പോയതാ. പക്ഷെ അവളെക്കുറിച്ച് ഓർത്തില്ല. ഇടയ്ക്കെപ്പോഴും അവളെ തിരിഞ്ഞപ്പോഴാണ് മറ്റവളെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നത്. അവളെ കാണുന്നത് എന്നോട് മാത്രം അകലെ കാണിക്കുന്നവൾ മറ്റൊരാളിനോട് അത്രയും അടുത്ത് നിന്നപ്പോൾ എന്തോ ദേഷ്യമാണ് വന്നത്. ചെറിയൊരു കുശുമ്പും അതാ നേരെ അവർക്കിടയിലേക്ക് പോയത്. പിന്നെയും തിരക്കിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഏറെ നേരമായി കാണാതായപ്പോൾ വല്ലാത്തൊരു നീറ്റിലായിരുന്നു. അതിൻ്റെ ദേഷ്യമാണ് അവളോട് തീർത്തത്. പക്ഷെ അവളുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ആയത്തിൽ തറച്ചിരിക്കുന്നു. അറിയാതാണെങ്കിലും തനിച്ചാക്കിയതിൽ എന്നോട് തന്നെ ദേഷ്യം തോന്നി. പക്ഷെ എൻ്റെ അവഗണന മാത്രമാണോ അവളുടെ കണ്ണുനീരിൻ്റെ പുറകിൽ ഇനി ഇവിടെ നിർത്തേണ്ട? പോകാം. ഇപ്പോൾ അവൾക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലത്. മൗനമായി ഇരിക്കുന്നവൾക്ക് മുന്നിലേക്ക് അവൻ കൈ നീട്ടി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ മറ്റേത് ലോകത്തായിരുന്നു.